എന്താ രാമേന്ദ്ര പ്രശ്നം പറഞ്ഞാൽ ഭയങ്കര തമാശ. ഈ വിദ്യാർത്ഥി പ്രക്ഷോഭം എന്തിനാണ്? ഞാൻ ഇതിന്റെ ഒരു കാരണം ഒന്ന് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കാൻ അങ്ങനെ പറഞ്ഞു കൊടുക്കണം. നീറ്റ് എക്സാം കുളമായി 2 തവണ നടത്തേണ്ടി വന്നു. രാജ്യത്ത് 23 വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തു. CBSE പരീക്ഷ കുളമായി. CBSEയുടെ 12ാം ക്ലാസ് മൂല്യനിർണ്ണയം നാശമായി. അങ്ങനെ ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ വിദ്യാഭ്യാസ മേഖല കുളം തോണ്ടി. അപ്പൊ അതിനൊരാൾ അക്കൗണ്ടബിൾ ആവണ്ടേ? ഒരാൾ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണ്ടേ? അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം. അത്രേ ഉള്ളൂ. അത് ഈ നാട്ടിലുള്ള സകല കഴുതകൾക്കും അറിയാം, നമുക്കറിയില്ലല്ലേ. അത്രേ ഉള്ളൂ. 118 പോലീസുകാരെയാണ് സാർ ആക്രമിച്ചിരിക്കുന്നത്. പോലീസുകാരെ ആക്രമിച്ച പോലീസുകാർ ഉമ്മ വെക്കും. പോലീസ് വാചകത്തിലല്ല പ്രവൃത്തിയിലാണ് വിശ്വസിക്കുന്നത്. പോലീസ് വലിയ കല്ല് പെറുക്കി എറിയുന്നത് കണ്ടിട്ടുണ്ടോ നമ്മൾ ആരെങ്കിലും? ഡൽഹി പോലീസ് കല്ലുകളെടുത്ത് കല്ല് വലിച്ചെറിയുന്ന വീഡിയോ വന്നു. പോലീസ് ആരെ കല്ലെറിഞ്ഞിട്ട് കല്ലുകൊണ്ട് പലർക്കും തലയ്ക്ക് പരിക്കേറ്റുള്ള പോലീസുകാർക്കടക്കം. പോലീസ് കല്ലെറിയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ ശ്രീ ഗോപാലകൃഷ്ണൻ? വലിയ പാറ കഷ്ണങ്ങൾ എടുത്ത് വിദ്യാർത്ഥികൾക്ക് പോലീസ് എറിയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. ഇതാണ് സാർ പറയുന്നത്, പോലീസുകാർക്ക് മാത്രമേ കാക്കി കൊടുക്കാവൂ. അണ്ടനും അടകോടനും ചെമ്മാനും ചെരുപ്പ് കുത്തിക്കും എല്ലാം കാക്കിയാകുമ്പോ ഈ ജാതി കൺഫ്യൂഷൻസ് വരും. ഞാൻ സിമ്പിൾ ആയിട്ടൊരു കാര്യം ചോദിക്കാം, ഒരൊറ്റ കാര്യം ചോദിക്കാം. ഹൈഡ്രജൻ ട്രെയിൻ നാരായണിമംഗലം നാരായണൻ ആരാണെന്നാ നിന്റെ വിചാരം? അവൻ കലക്കാൻ പോണ കലക്ക് കണ്ടോ? ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ എന്താ? ഈ ഹൈഡ്രജൻ ട്രെയിൻ കല്ലെടുത്ത് എറിഞ്ഞ് കത്തിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തിയതാരാ? വായിൽ നല്ല നോണയൊന്നും വന്നില്ലടാ. കാര്യങ്ങളാണ് ഇതൊക്കെ. ഈ ഹൈഡ്രജൻ ട്രെയിനിന് നേരെ ആക്രമണം നടന്നത് എവിടെയാണ്? ഒരു സെക്കൻഡ് സംഗതികളെല്ലാം എടുത്ത് പറയുമ്പോൾ പ്രശ്നമായത്. ഈ ഹൈഡ്രജൻ ട്രെയിനിന് നേരെ കല്ലെറിഞ്ഞത് എവിടെയാ? ഹൈഡ്രജൻ ട്രെയിനിനെതിരെ കല്ലെറിഞ്ഞത് എവിടെയാ? തകർത്തതാര്? അത് പാറ്റ്നയിലാണ്. ഒരു സെക്കൻഡ് സാർ, അതൊന്നും ഡൽഹിയിലെ സമരവുമായി ബന്ധപ്പെട്ട് നടന്നതല്ല. ഒരു കൈവതം നാറ്റുകരുത്. ബീഹാറിൽ ഏതോ ഒരു പ്രത്യേക പോലീസിലേക്കാണോ തോന്നുന്നു ഒരു റിക്രൂട്ട്മെന്റ് പരീക്ഷ നടക്കുന്ന ദിവസം ട്രെയിൻ വൈകിയത് കൊണ്ട് ഈ വിദ്യാർത്ഥികൾക്ക് ഉദ്യോഗാർത്ഥികൾക്ക് സമയത്ത് പരീക്ഷയ്ക്ക് എത്താൻ പറ്റാത്തത് കൊണ്ട് അതിന് രോഷാകുലരായ ആളുകൾ ഈ പാറ്റ്നയിൽ ബീഹാറിൽ എന്തൊക്കെ ബഹളമായിരുന്നു. ബീഹാറിൽ ട്രെയിനിന് നേരെ കല്ലെറിഞ്ഞ കുറച്ചു നാൾ മുമ്പത്തെ കല്ലേറിന്റെ വിഷയമാണ്. ഡൽഹിയിലെ കുട്ടികൾ ട്രെയിനിന് നേരെ കല്ലെറിഞ്ഞു, ഹൈഡ്രജൻ ട്രെയിൻ നശിപ്പിച്ചു എന്നൊക്കെ പറയുന്നത്. അങ്ങനെയല്ല, ഇത്രയും വേണ്ടിയിരുന്നില്ല, ഇത് കുറെ കടന്നുപോയാളിയാ. അങ്ങനെയല്ല. ഡൽഹിയിലെ സമരം ചെയ്ത വിദ്യാർത്ഥികൾ ഹൈഡ്രജൻ ട്രെയിനിന് നേരെ ആക്രമണം നടത്തിയിട്ടില്ല. അത് ബീഹാറിൽ കുറച്ചു ദിവസം മുമ്പ് നടന്ന കാര്യമാണ്. തികച്ചും വ്യത്യസ്തമായ സാഹചര്യത്തിലാണ് സംഭവം ഉണ്ടായിട്ടുള്ളത്. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. തികച്ചും വ്യത്യസ്തമായ സാഹചര്യത്തിൽ ഞാൻ എന്തിനാണ് ഗ്ലാസ് വെച്ചതെന്ന് എന്നോട് നിങ്ങൾ ചോദിക്കൂ എന്നോട് ചോദിക്കൂ. കാരണം ഞാൻ കരയുന്നത് നിങ്ങൾ കാണാതിരിക്കാനാണ്. കാണാതിരിക്കാൻ. ഒരു സ്കൂളോ പള്ളിക്കൂടമോ വിദ്യാഭ്യാസമോ എന്താണെന്ന് പോലും അറിഞ്ഞിടാത്തവരടുത്ത് ഇങ്ങനെയുള്ള ചോദ്യങ്ങളും മറുപടിയൊന്നും കൊടുക്കല്ലേ എൻ്റെ അഭിലാഷേ, കൊടുക്കല്ലേ. പ്ലീസ് പ്ലീസ്. Oh my God.